ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സിനിമ തിയേറ്ററിൻ്റെ ഗെയിമാണ് കളിക്കാൻ പോണത്. അതിലോട്ട് തന്നെ കളിക്കാം. വെൽക്കം ടു ഓപ്പണിംഗ് യുവർ ന്യൂ സിനിമ. നോക്കാം ഗായ്സ്, ഇതിൻ്റെ അകത്ത് എന്തോ നടക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റുമോ എന്തോ നിങ്ങൾക്ക് ഓടുന്നുണ്ടല്ലോ. ക്ലെയിം നമുക്ക് ഓട്ടിച്ച് നോക്കാനാണ് പറയുന്നത് ഗായ്സ്. സൂപ്പർ ഗായ്സ്. സിനിമ തിയേറ്ററിൻ്റെ അകത്തോട്ട് എങ്ങനെ പോണേന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏത് വഴി അകത്തോട്ട് പോണേ? ഇത് 500 രൂപ വേണം. അയ്യോ ശരിയല്ല. നമുക്ക് അതിൻ്റെ അകത്തുള്ള ട്രാഷൊക്കെ എടുക്കണം. അതിന് നമ്മൾ അങ്ങോട്ട് പോകണം. അങ്ങനെ കൈസ് ഇടയ്ക്ക് ഒരു ശബ്ദം കേട്ടാൽ ക്ഷമിക്കണം നിങ്ങൾ. നിങ്ങളൊക്കെ ഇനി എന്തോ ചെയ്യണം. ഇത് ഓപ്പൺ ദ സിനിമ. ഇതെല്ലാം ഇതിലോട്ട് തന്നെ എടുത്ത് പറക്കിയിടാം ഗായ്സ്. എന്നിട്ട് എന്തോ വേണം അയ്യോ ഇതിന് എന്തോ വേണം ഗായ്സ്, എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ എവിടെ പോകണം? ക്ലിറ്റോ സിനിമ തിയേറ്റർ. ഇവിടെ തന്നെ ഗായ്സ്. ഇതാണ് നമ്മളെ സിനിമ തിയേറ്ററിൻ്റെ സ്ഥലം. ട്രാഷെല്ലാം എടുത്തോളാം ഗായ്സ്. ഇതെടുക്കത്തില്ല, സോറി. നോ മൂവി അവൈലബിൾ ടു പ്ലേ. അങ്ങനെ ഗൈസ് വീണ്ടും അതിലോട്ട് കിടക്കാം. ഇതിനകത്ത് ബൈ മൂവി ഫ്രം യുവർ കമ്പ്യൂട്ടർ. അത് കണ്ടില്ല ചെയ്യാൻ പോണേ. ഇതാണ് ഗൈസ് നമ്മളെ കമ്പ്യൂട്ടർ മൂവീസ്. നമുക്ക് ഏറ്റവും കുറഞ്ഞത് തന്നെ വായിക്കാം. മൂവി വൺ നമ്മൾ ചെറിയ ടിക്കറ്റ്സ്. ആൾ 2 അൺലോക്ക്ഡ് ആണ്, കൊണ്ട് നമുക്കൊന്നും ചെയ്യത്തില്ല. ആൾ 1 തന്നെ നമുക്ക് പോയി നോക്കാം. മിനിമം 2 കസ്റ്റമർ പ്ലേ മൂവി. 2 കസ്റ്റമേഴ്സിൻ്റെയും കൂടെ ആവശ്യമുണ്ട് നമുക്കൊരു മൂവി തുടങ്ങാൻ എന്നാണ് ഇവിടെ പറയുന്നത് ഗായ്സ്. പോട്ടെ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യും. ഭയങ്കര പാട്. അതിൻ്റെ അതിന് എന്താണ് ഗായ്സ്, എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി 2 കസ്റ്റമറിൻ്റെ എങ്കിലും ആവശ്യം വേണം ഗായ്സ്. ആളുകൾ ഇനി എപ്പോൾ വരുമെന്ന് ആർക്കും അറിഞ്ഞൂടാ. നമ്മളെ പേര് പഴയ പോലെ തന്നെ ക്രിപ്റ്റോ
ഇതായിരുന്നു ഗൈസ് ചെയ്യാനുള്ള, ഞാൻ മറന്നുപോയി. ഇപ്പോൾ ആളുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ആളുകൾ നമ്മൾ ജയിച്ചു ജയിച്ചു ജയിച്ചു. എത്രയാണ് അവിടെ നമുക്ക് ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യണം. അയ്യോ, ഇവിടെ ആൾക്കാർ ഒരിക്കലും അയ്യോ ഫസ്റ്റ് ഒന്നില് എന്തായിരിക്കും പറഞ്ഞൂടെ. D1 ഇതാണ്. D4 അതും കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യാം. D3 മടി എടുത്തുന്ന തന്നെ ഫുള്ളാവും. ഇവിടെ കൊടുക്കൂ. മാറാവണം. ഫസ്റ്റ് റോ എല്ലാം കംപ്ലീറ്റ് ആയി. അടുത്ത ഇതും കൊടുത്തു കഴിഞ്ഞു. അടുത്ത ഇവിടെ കഴിഞ്ഞു. അടുത്ത ഇവിടെ കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇനി അവിടെ കൊടുക്കാം. നമ്മൾ സിനിമ തിയേറ്റർ ഫുള്ളായി ഡിക്ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഇടയ്ക്കിടെ ശബ്ദം കേൾക്കാം. അതൊക്കെ നമ്മളുടെ അമ്മയുടെയാണ്. ഒന്നും തോന്നരുത്. ഈ അടുത്ത് കൂടെ എന്തോ കാണിക്കുന്നല്ലോ. എന്തുവാണ്? അങ്ങനെ വാഷ്റൂം അൺലോക്കായി ഗൈസ്. നമ്മൾ വീണ്ടും റിച്ചായി. ഇതിൻ്റെ അകത്ത് തന്നെ അല്ല വേറെ ആരും ഇല്ലേ. നീ പിള്ളേരുടെ ഗെയിം കളിക്കല്ലേടാ ഗൈസ്. ഇടയ്ക്ക് വെച്ച് അറിയാതെ നമ്മളെ റെക്കോർഡിങ് ഒന്ന് നിർത്തി കളഞ്ഞു ഗൈസ്. ഞാൻ കുറച്ച് അതിന് ശേഷം തിപ്പണിയുണ്ട്. റെഡിയാക്കണം. ഇതായിരിക്കും റെഡിയാക്കണ്ടേ. ഇതല്ല ചെത്തിയപ്പോൾ ഇതാണ് ഇവിടെ കണ്ടുള്ളത്. എല്ലാം ക്ലീൻ ചെയ്തു. ഗൈസ്, ഒരു വാഷ്റൂമേ ഇവിടെ ഉള്ളൂ. നമുക്ക് അടുത്ത പോയി ക്ലീൻ ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കിനി ഒരു സിനിമയും കൂടി ഇട്ടിട്ട് നിർത്താം ഗൈസ്. ഞാൻ ഇതൊക്കെ റെക്കോർഡിങ് എടുത്തതാണ്. പക്ഷേ ഒരു സിനിമ കൂടെ നമ്മൾ ഓട്ടിച്ചു ഗൈസ്. ഒരു സിനിമയും കൂടി ഓട്ടിച്ചു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടുന്ന് കഴിഞ്ഞ ദിവസം നിർത്തി അത് കണക്കുകൊണ്ട് തുടങ്ങാം. എല്ലാം ക്ലീൻ ചെയ്ത് പക്ഷെ കഴിഞ്ഞത് ഒരു സ്മോക്കറിനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അവനെ അടിച്ചോടിക്കുകയും ചെയ്തു. നമ്മുടെ തിയേറ്റർ നശിപ്പിക്കാനായിട്ട് ഓരോന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കള്ളന്മാർ ഗൈസിൻ്റെ ഇവിടുന്ന് പോയി അവിടെ ഒരു സിനിമകൾ ഒട്ടിച്ച് നിർത്താം ഗൈസ്. തിയേറ്റർ ഇപ്പം റെഡി ആയിട്ടുണ്ട്.
തിയേറ്ററിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് നമ്മളങ്ങനെ ലെവൽ 3 ആയിട്ടുണ്ട്. ഫുള്ള് കൊടുത്തു തീർക്കാൻ പറ്റിയില്ല. പിന്നെ നെക്സ്റ്റ് ഡെവലപ്പിൻ്റെ അതെന്തുകൊണ്ട് റിവാർഡ് റിവാർഡൊന്നുമില്ല. ഒന്നുകൂടെ കൊടുത്തിരുന്നിട്ട് അപ്ഡേറ്റ്. ഗൈസ് എങ്ങനെ ഒരു ടിക്കറ്റ് ഇവിടെ ഉള്ള വിൽക്കാൻ കൗണ്ടറിൽ നിന്ന് എന്നിട്ട് ഇനി ഒരു പണിയില്ലല്ലോ. ലെവൽ 3 ആയിട്ട് നമുക്കൊരു ഉപയോഗമുണ്ടോ ഗൈസ് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് അപ്ഗ്രേഡ് ചെയ്യാൻ എത്രാമത്തെ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും? ഹാൾ ടു എത്രാമത്തെ ലെവലിൽ? ഗൈസ് നമ്മൾ ഹാൾ 2 നമ്മൾ അങ്ങനെ തുറന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ CCTV എടുത്ത് അയ്യോ ഗൈസ് ഒരു കാര്യം മറന്നുപോയി. സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അതിനൊന്നും നമുക്ക് സീനാകും. സിനിമ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഈ വഴി ഇങ്ങോട്ട് പോയിട്ട് എവിടെ പോയി? ഹാൾ ടു അത്യാവശ്യം വലിയതാണെന്ന് വെച്ചാൽ പഴയ തന്നെ ഒന്നും തോന്നല്ലേ. ഇവിടെ നമുക്ക് ഇടാൻ മൂവി ഇല്ല. അപ്പോൾ നമുക്ക് വീണ്ടും പോയി എന്തോ പറ്റി ഗൈസ്? സീനായി ഇവിടെ എന്തോ പറ്റി? നമ്മൾ കണ്ടു ഇവിടെ നിന്ന് നമ്മളെ തിയേറ്റർ കയറിയിട്ട് അടി ഉണ്ടാക്കുന്നതാ. ഏതുകൊണ്ടാണെന്നും പോലെ തന്നെ ഇരിക്കുന്നു. നമുക്ക് നമ്മളെ സിനിമയിൽ കണ്ടുപോകാം. അടിപൊളി സിനിമ പോവാം. ഇനി അടുത്ത് നമുക്ക് നമ്മളെ വേറെ സിനിമ ഡൗൺലോഡ് ചെയ്യാം. പുതിയ ആളെ സോറി ഗൈസ്. നമുക്ക് മൂവീസിൽ പോയിട്ട് ഹൊറർ സിനിമ ഡൗൺലോഡ് ചെയ്യണ്ട. ഇവിടെ വില കുറഞ്ഞ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് പോയി അതിലെ മൂവി കംപ്ലീറ്റ് നമുക്ക് ഇനി നമ്മളെ സെക്കൻഡ് നോക്കാം. മൂവി ടു പ്ലേ അതങ്ങനെ ശരിയാവും ഗൈസ്. തീർന്നു എന്നാണ് തോന്നുന്നത്. No. നമ്മളൊരു സിനിമ വാങ്ങിച്ചില്ലയോ ഗൈസ്? അങ്ങനെ ആ സിനിമ നമ്മൾ വീണ്ടും 2 തവണ വായിച്ച്. പക്ഷേ നമ്മളെ പൈസ അതേതോ കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മളെ മൂവി തിയേറ്ററിൽ എങ്ങനെയാണ് നമ്മളൊരു ഗൈസ് നമ്മളെങ്ങനെ ആ സിനിമ അതിൽ പ്ലേ ചെയ്യും? 1 മിനിറ്റ്. അതങ്ങനെ ശരിയാവും? ഓനോ
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോ, സബ്സ്ക്രൈബ് അതും ഇതും എല്ലാം ചെയ്തോ നിങ്ങൾ. താങ്ക് യു ഫോർ എ ലോട്ട്. മസ്റ്റ് വാച്ച് വീഡിയോ ഗൈസ്. ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തു. ബൈ ദ ബൈ.